What's up people, welcome back to another vlog. അപ്പോൾ ഇന്ന് എൻ്റെ ഇപ്പോൾ ഉള്ള പുതിയ ജിക്സറും പഴയ ജിക്സറും ആ രണ്ട് വണ്ടിയുണ്ട് നേക്കഡ് വേർഷൻ. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യാണ്. ജസ്റ്റ് അതിൻ്റെ ലുക്സും കാര്യങ്ങളും മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് രണ്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. പഴയ ജിക്സർ നമ്മൾ നോക്കാൻ പോയാൽ സെയിം അതേ പഴയ മോഡൽ ഹാലജൻ ബൾബോടെയാണ് കൊടുത്തേക്കുന്നത്. പുതിയ ജിക്സർ നോക്കാൻ പോയാൽ അതിൽ നമുക്ക് LED ഹെഡ് ലാമ്പാണ് വന്നേക്കണത്. 8 ബൾബുള്ള LED ഹെഡ് ലാമ്പാണ് അതിൽ വന്നേക്കണത്. അപ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ നോക്കാൻ പോയാൽ സെയിം 41mm ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് രണ്ട് വണ്ടിക്കും കൊടുത്തേക്കണത്. പിന്നെ നമ്മൾ താഴത്തേക്ക് നോക്കാൻ പോയാൽ അതേ സെയിം രണ്ട് വണ്ടിക്കും ABS ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ സിംഗിൾ ചാനൽ ABS ആണ്. രണ്ട് വണ്ടിക്കും നമുക്ക് ABS അവൈലബിൾ ആയിരുന്നു. പിന്നെ പുതിയ ജിക്സറിൽ FI മാത്രമേ ഉള്ളൂ. പഴയ ജിക്സറിൽ നമുക്ക് ആദ്യം കാർബൺ ഉണ്ടായി, പിന്നെയാണ് FI വന്നത്. ഇടയ്ക്ക് വെച്ച് രണ്ടും അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ FI മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പുതിയതിൻ്റെ എൻജിൻ സൈഡ് നോക്കാം. പുതിയതിൻ്റെ എൻജിൻ സൈഡ് സെയിം എൻജിനാണ്, ബട്ട് പവർ വ്യത്യാസമുണ്ട് രണ്ടിൻ്റെയും. അപ്പോൾ ഞാൻ പുതിയതിൻ്റെ പവർ പറഞ്ഞാൽ ഞാൻ പുതിയതിന് വന്നേക്കണം 14.1 bhp at 8000 rpm, 14 Nm ടോർക്കാണ് at 6000 rpm. പക്ഷേ പഴയതിന് നോക്കാൻ പോയാൽ 14.8 bhp at 8000 rpm, 14.1 Nm ടോർക്ക് at 6000 rpm ആണ്. രണ്ടും സിംഗിൾ സിലിണ്ടർ 155cc എഞ്ചിനാണ്, എയർ കൂൾഡ് എഞ്ചിനാണ് രണ്ടിലും വന്നേക്കണത്. പക്ഷേ പവർ പുതിയതിന് കുറച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫെൻഡേഴ്സ് ഫ്രണ്ടിലെ ആ ജിക്സറിന് എഴുതിയേക്കുന്ന ഭാഗം നോക്കിയാൽ പുതിയതിന് നല്ല വ്യത്യാസമുണ്ട്. പുതിയതിന് ഇത്രയും കൂടി ഡിസൈനും ഗ്രാഫിക്സൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ടാങ്കിൻ്റെ ഷേപ്പ് ആയാലും പുതിയതിന് നല്ല വ്യത്യാസമുണ്ട്. പഴയതിൻ്റെ ഷേപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ താഴെ ചെറിയൊരു ഭാഗം മാത്രമേ ആ ജിക്സറിന് എഴുതിയിട്ടുള്ളൂ. പുതിയതിന് ആ ഭാഗം ഇത്തിരി വലുതാക്കിയാണ് അവർ കൊടുത്തേക്കണത്. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡ് നോക്കാൻ പോയാൽ പഴയതിന് കിക്ക് സ്റ്റാർട്ട് തന്നെയുണ്ട്, പുതിയതിന് കിക്ക് സ്റ്റാർട്ടില്ല. അത് FI ആയതുകൊണ്ട് കിക്ക് സ്റ്റാർട്ടൊന്നും വന്നില്ല അതിന്. പിന്നെ നമ്മൾ എക്സോസ്റ്റ് നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു ഡിസൈൻ വ്യത്യാസം മാത്രമാണ്. രണ്ടും ഡുവൽ പോർട്ട് എക്സോസ്റ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ആ ഡിസൈനും ആ ക്രോം ഫിനിഷ് വന്നേക്കണതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിലത്തെ ടെയിൽ ലാമ്പ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ രണ്ടിനും നല്ല വ്യത്യാസമുണ്ട്. ടെയിൽ ലാമ്പ് സെക്ഷൻ പുതിയതിൻ്റെ ഇത്രയും കൂടെ ഷാർപ്പായിട്ടുള്ള LED ടെയിൽ ലാമ്പാണ് വന്നേക്കണേ. അതുകൂടാണ്ട് ഇതിനാണെങ്കിൽ ഇതിനും LED ടെയിൽ ലാമ്പാണ്, പക്ഷേ ഇത്രയും കൂടെ ചെറിയ LED ടെയിൽ ലാമ്പാണ് പുതിയതിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ബാക്കിലത്തെ ഫെൻഡേഴ്സ് ആയാലും ഇതിൻ്റെ അത്യാവശ്യം നല്ല നീണ്ടതാണ്. അതിൻ്റെ നല്ല താഴ്ത്തിയാണ് കൊടുത്തേക്കണത്. കാര്യം അതിന് ടയർ ഹഗ്ഗർ വന്നിട്ടുണ്ടായില്ല, പുതിയതിന് ഇപ്പോൾ ടയർ ഹഗ്ഗർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ശരിക്കും ചെളിയൊക്കെ വളരെ കുറവായിട്ട് ഇതിൽ നിന്ന് തെറിക്കുള്ളൂ. പിന്നെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് സസ്പെൻഷനാണ് രണ്ടിനും വന്നേക്കണം. അപ്പോൾ സസ്പെൻഷനായാലും ബാക്ക് ഡിസ്കിൻ്റെ കാര്യത്തിലായാലും രണ്ട് വണ്ടിക്കും വലിയ വ്യത്യാസമൊന്നും അവർ കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ സാരി ഗാർഡ് രണ്ടിനും സെയിം ടൈപ്പ് സാരി ഗാർഡാണ്. സാരി ഗാർഡിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് പുതിയതിനും പഴയതിനും. പിന്നെ ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ രണ്ടിനും 5 സ്പീഡ് വെറ്റ് ക്ലച്ച് ഗിയർ ബോക്സ് ആണ്. പഴയതിന് അതേ സെയിം ഗിയർ ബോക്സ് തന്നെ ഉണ്ടായത്, അത് തന്നെ എടുത്താണ് പുതിയതിലും അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മീറ്റർ വന്നേക്കണം. ഇതിൻ്റെ പഴയ മീറ്ററാണ്. ഇവിടെ ഫ്യൂവൽ, ഇവിടെ ഗിയർ ഇൻഡിക്കേറ്ററും, ഇവിടെ സ്പീഡ്, ഇവിടെ സമയം, ഇവിടെ കിലോമീറ്റേഴ്സ്, ഇവിടെ RPM, അങ്ങനത്തെ ചെറിയ ഒരു മീറ്ററാണ് ഇതിനും കൊടുത്തേക്കണത്. അപ്പോൾ നമുക്ക് പുതിയതിൻ്റെ നമുക്ക് സെയിം ജിക്സർ SFന് വന്നേക്കണം അതേ ടൈപ്പ് മീറ്ററാണ്. ഇവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, RPM, ഫ്യൂവൽ, ഇവിടെ സ്പീഡ്, ഇവിടെ കിലോമീറ്റർ, സമയം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ABS, എഞ്ചിൻ ലൈറ്റ്, ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ്, ന്യൂട്രൽ ലൈറ്റ്, അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു RPM ലിമിറ്റർ ലൈറ്റും ഉണ്ട്. അതാണ് പുതിയതിന് വന്നേക്കുന്ന മീറ്റർ. പിന്നെ രണ്ടിൻ്റെയും ടാങ്ക് കപ്പാസിറ്റി സെയിം ആണ്, 12 ലിറ്റേഴ്സാണ് രണ്ടിനും ടാങ്ക് കപ്പാസിറ്റി. പക്ഷേ അതിൻ്റെ ഡിസൈനുകളിൽ ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. പിന്നെ അടുത്ത നമ്മൾ നോക്കാൻ പോയ സീറ്റ്, അതിന് വന്നേക്കണ സിംഗിൾ സീറ്റായിരുന്നു. പക്ഷേ പുതിയതിന് കൊടുത്തേക്കണ സ്പ്ലിറ്റ് സീറ്റാണ്. അതായത് റൈഡർ സീറ്റും പില്യൺ സീറ്റും സ്പ്ലിറ്റ് ആയിട്ടാണ് ഇരിക്കണത്. അപ്പോൾ ഇതിൻ്റെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം പില്യൺ കൂടുതൽ റൈഡറിൻ്റെ മേത്തേക്ക് കയറി പോവില്ല. അതുകൊണ്ടാണ് ഇവിടെ സ്പ്ലിറ്റ് സീറ്റ് കൊടുത്തേക്കണത്. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയേക്കണത്. പിന്നെ സീറ്റ് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ പഴയ വണ്ടിക്ക് സീറ്റ് ഹൈറ്റ് കുറവായിരുന്നു. അതായത് 780 mm ആയിരുന്നു പഴയ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ്. പക്ഷേ പുതിയ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് 795 mm ആണ് പുതിയ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ്. അപ്പോൾ സീറ്റ് ഹൈറ്റ് പുതിയ വണ്ടിക്ക് ഇത്തിരി കൂളാണ്. അത് കൂടാണ്ട് വെയിറ്റ് നോക്കുകയാണെങ്കിൽ പുതിയ വണ്ടിക്ക് 140 കിലോയും പഴയ വണ്ടിക്ക് 136 കിലോ, അതായത് 4 കിലോയുടെ ഡിഫറൻസ് ഉണ്ട് പുതിയ വണ്ടിയും പഴയ വണ്ടിയും തമ്മിൽ. കുഷനിങ് ഒക്കെ സെയിം ആട്ടോ. ഇത് രണ്ടിനും ഏകദേശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സീറ്റാണ്. ആകെ സ്പ്ലിറ്റ് സീറ്റ് ആയിട്ടുള്ളത് മാത്രമേ ഒരു വ്യത്യാസം വന്നിട്ടുള്ളൂ. രണ്ട് വണ്ടിക്കും സെൻട്രൽ സ്റ്റാൻഡും ഉണ്ട്, സൈഡ് സ്റ്റാൻഡും ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡിൽ പുതിയ വണ്ടിക്ക് ചെറിയൊരു പ്രൊജക്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തട്ടിയിടാനായിട്ടുള്ള ഒരു പ്രൊജക്ഷൻ പോലത്തെ ഒരു കമ്പി കഷ്ണം അവർ പുറത്തേക്ക് തള്ളിപ്പിച്ചിട്ടുണ്ട്. അതേ ഒരു വ്യത്യാസമുള്ളൂ. യെസ്, അപ്പോൾ അതായത് എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു, ജസ്റ്റ് അതിൻ്റെ ലുക്സും കാര്യങ്ങളിൽ എന്തൊക്കെ വ്യത്യാസപ്പെടുത്തിയേക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ഷെയർ യുവർ തോട്ട്സ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ ബിലോ. സൈൻ ഓഫ് ചെയ്യണം മറ്റാരുമല്ല, നിങ്ങൾ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.